നമസ്കാരം. മറ്റന്നാൾ തിരുവോണമാകുന്നു. സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഏവരുടെയും ജീവിതത്തിൽ പ്രദാനം ചെയ്യുന്നതായ ഏറ്റവും വിശേഷപ്പെട്ട ദിവസങ്ങൾ. എന്നാൽ ഈ ദിവസങ്ങൾ ചില നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന സമയമാകുന്നു. കാരണം ഭഗവാന്റെ അനുഗ്രഹം ഇവരുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം ഈ വ്യക്തികളുള്ള ഈ നക്ഷത്രക്കാരുള്ള വീടുകളിൽ ഭഗവാന്റെ സാന്നിധ്യം വളരെയധികം വർദ്ധിക്കുന്നതായ സമയമാണ് എന്ന് പരാമർശിക്കാം. അതിനാൽ തന്നെ പ്രത്യേകിച്ചും ഈ നക്ഷത്രക്കാരുള്ള വീടുകളിൽ ചില കാര്യങ്ങൾ ഇവർ പ്രത്യേകിച്ചും ചെയ്യേണ്ടതാകുന്നു. ഭഗവാന്റെ സാന്നിധ്യം ഇവരുടെ വീടുകളിൽ വർദ്ധിക്കുകയും സർവ്വ ഐശ്വര്യങ്ങളും ഉയർച്ചയും ഇവരുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്യുകയും ചെയ്യും. എന്തെല്ലാം കാര്യങ്ങളാണ് ഇവർ ചെയ്യേണ്ടത്, ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് എന്ന് വിശദമായി തന്നെ പരാമർശിക്കാം. കാർത്തിക നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം ഇവരുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നതായ സമയം തന്നെയാണ് ഓണനാളുകൾ. അതിനാൽ തന്നെ ഇവർ പ്രത്യേകിച്ചും ചില കാര്യങ്ങൾ ഈ സമയം ചെയ്യുന്നത് ശുഭകരമാകുന്നു. ഭഗവാന്റെ സാന്നിധ്യം അഥവാ ഭഗവാൻ ഇവരെ വീടുകളിലെത്തി അനുഗ്രഹിക്കും എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ തന്നെ ഇവർ പ്രത്യേകിച്ചും ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുകയും പ്രത്യേകിച്ചും നെയ്വിളക്ക് തന്നെ തെളിയിക്കുകയും ഭഗവാന്റെ നാമങ്ങൾ ഈ സമയം ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. സാധിക്കുന്നവർ ഇന്നേ ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുക. കൂടാതെ ഭഗവാന് തുളസിമാല വീടുകളിലെ വിഗ്രഹങ്ങളിൽ ചാർത്തുന്നതോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ ചാർത്തുന്നതോ സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു. സാധിക്കാത്തവർ ഒരു തുളസിയില ഭഗവാന്റെ കാൽപാദങ്ങളിൽ സമർപ്പിക്കുക. ഇന്നേ ദിവസം ഭഗവാന് പാൽപായസം സമർപ്പിക്കുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യം ഓർക്കുക. കുടുംബാംഗങ്ങൾ ഏവരും ഈ പാൽപായസം സേവിക്കുന്നതും സർവ്വ ഐശ്വര്യങ്ങളും ഉയർച്ചയും വന്നു ചേരുവാൻ സഹായകരം തന്നെയാകുന്നു. അതിനാൽ ഈ നക്ഷത്രക്കാർ, അതായത് കാർത്തിക നക്ഷത്രക്കാർ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും ഈ കാര്യം തിരുവോണ ദിവസം ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വരുന്ന ഒരു വർഷം നിങ്ങൾക്ക് ഐശ്വര്യം നീണ്ടു നിൽക്കുക തന്നെ ചെയ്യും. രോഹിണി നക്ഷത്രക്കാരും ഈ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. തിരുവോണ ദിവസം ഇവർ തീർച്ചയായും ഭഗവാനെ ആരാധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഭഗവാന്റെ സാന്നിധ്യം ഇന്നേ ദിവസം ഇവരുടെ വീടുകളിൽ വർദ്ധിക്കുന്നതായ ദിവസം അഥവാ ഭഗവാൻ ഇവരെ വീടുകളിൽ എത്തി അനുഗ്രഹിക്കുന്നതായ ദിവസമാണ് എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ ചില പ്രത്യേക കാര്യങ്ങൾ ഇവർ വീടുകളിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം കുളിച്ച് ശുദ്ധിയോടെ നെയ്വിളക്ക് ഭദ്രദീപം തന്നെ വീടുകളിൽ 2 നേരം തെളിയിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നെയ്വിളക്ക് തന്നെ തെളിയിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ഭഗവാന് മഞ്ഞ പുഷ്പങ്ങൾ, തുളസി എന്നിവ സമർപ്പിക്കുന്നതും തുളസിമാല ഭഗവാന് ചാർത്തുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. കൂടാതെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവർ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവർ ഭഗവാന് ഇന്നേ ദിവസം പാൽപായസ വഴിപാട് നടത്തുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം വീടുകളിൽ ഭഗവാന് പാൽപായസം നേദിക്കുന്നതും അതീവ ശുഭകരം തന്നെയാകുന്നു. ആ കാര്യവും നിങ്ങൾ പ്രത്യേകം ഇന്നേ ദിവസം ഓർത്തിരിക്കുക. ഭഗവാന് ഇപ്രകാരം സമർപ്പിച്ച് ആ പ്രസാദം ഏവരും, വീട്ടിലെ കുടുംബാംഗങ്ങൾ ഏവരും അത് സേവിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. സാധിക്കുന്ന ഏവരും ഈ കാര്യം തീർച്ചയായും നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല ദുരിതങ്ങൾക്കും ആശ്വാസമാവുകയും ഐശ്വര്യങ്ങൾ ജീവിതത്തിലേക്ക് പടികടന്ന് വരികയും ചെയ്യും. ആയില്യം നക്ഷത്രക്കാർക്കും ഇത്തരത്തിലെ സൗഭാഗ്യം ഓണനാളുകളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. തിരുവോണ ദിവസം പ്രത്യേകിച്ചും ഭഗവാന്റെ സാന്നിധ്യം ഇവരുടെ വീടുകളിൽ വർദ്ധിക്കുക തന്നെ ചെയ്യും. അതിനാൽ തന്നെ ചില കാര്യങ്ങൾ ഇവർ പ്രത്യേകിച്ചും ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഇന്നേ ദിവസം കുളിച്ച് ശുദ്ധിയോടെ തന്നെ നെയ്വിളക്ക് വീടുകളിൽ തെളിയിക്കണം. 5 തിരിയിട്ട ഭദ്രദീപം തെളിയിക്കുന്നതാണ് ഏറ്റവും ശുഭം. പ്രത്യേകിച്ചും നെയ്വിളക്ക് തന്നെ തെളിയിക്കുവാൻ ശ്രമിക്കുക. 2 നേരം വീടുകളിൽ വിളക്ക് തെളിയിക്കണം. ഇന്നേ ദിവസം ഒരിക്കലും മനസ്സിൽ തെറ്റായ ചിന്തകൾ കടന്ന് വരാൻ പാടുള്ളതല്ല. ആ കാര്യത്തിലും പ്രത്യേകമായ ശ്രദ്ധ നിങ്ങൾ പുലർത്തണം.
ഈ സമയം ഭഗവാനെ നിങ്ങൾ ആരാധിക്കുന്നതും ഈ സമയം വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുന്നതും ഭഗവാന്റെ നാമങ്ങൾ ഇന്നേ ദിവസം കഴിയുന്നത്ര തവണ ജപിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ഭഗവാന്റെ സാന്നിധ്യം നിങ്ങളുടെ വീടുകളിൽ വർദ്ധിക്കുകയും ഭഗവാൻ നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുകയും ചെയ്യും. അതിനാൽ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തി എന്ന് വരാം. സാധിക്കുന്ന ഏവരും ഇന്നേ ദിവസം വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ പാൽപ്പായസ വഴിപാട് നടത്തുന്നത് സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു. സാധിക്കുന്നവർ വീടുകളിൽ തന്നെ ഭഗവാന് പാൽപ്പായസം നിവേദ്യമായി സമർപ്പിക്കുക. നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരും. ഇന്നേ ദിവസം തുളസിയും അല്ലെങ്കിൽ തുളസി മാലയോ മഞ്ഞ പുഷ്പങ്ങളോ ഭഗവാന് സമർപ്പിച്ച് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ഈ നക്ഷത്രക്കാർ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും ഈ കാര്യം മുടങ്ങാതെ ചെയ്യണം. ഇവർ തീർച്ചയായും അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ മറക്കാതിരിക്കുക. പൂരം നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വീടുകളിൽ തീർച്ചയായും ഒരിക്കലും മുടക്കം കൂടാതെ ഈ കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണു അവതാര ക്ഷേത്രത്തിലോ നിങ്ങൾ ദർശനം നടത്തേണ്ടതും പാൽപ്പായസ വഴിപാടും തുളസിമാലയും ചാർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിക്കുന്ന വീടുകളിൽ ഭഗവാന്റെ സാന്നിധ്യം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ തീർച്ചയായും ഈ നക്ഷത്രക്കാർ ഈ കാര്യം മുടക്കം കൂടാതെ ചെയ്യേണ്ടതാകുന്നു. അഥവാ ഈ കാര്യം നിങ്ങൾ ചെയ്യാതിരിക്കരുത് എന്ന് തന്നെ പരാമർശിക്കാം. ഭദ്രദീപം നിങ്ങൾ തെളിയിക്കുക. 5 തിരിയിട്ട ഭദ്രദീപം തെളിയിക്കുക. നെയ്വിളക്കാണ് തെളിയിക്കേണ്ടത്. 2 നേരം വീടുകളിൽ നെയ്വിളക്ക് തെളിയിക്കണം. കൂടാതെ ഇന്നേ ദിവസം ഭഗവാന്റെ നാമങ്ങൾ നിങ്ങൾ കഴിയുന്നത്ര തവണ ജപിക്കുക. കൂടാതെ ഇന്നേ ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ അവസരത്തിൽ അല്ലെങ്കിൽ വിഷ്ണു അവതാര ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ അവസരത്തിൽ ഭഗവാന്റെ നടയിൽ നിന്നുകൊണ്ട് തന്നെ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം ദുഷ്ചിന്തകൾ, തെറ്റായ നെഗറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കടന്ന് വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുകയാണ് എങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ കുറയുന്നതിന് അത് കാരണമായി തീരും. അതിനാൽ തന്നെ ഇന്നേ ദിവസം ശുദ്ധിയോടെ തന്നെ മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പരാമർശിച്ച കാര്യങ്ങൾ ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ മറക്കാതെ ചെയ്യുക. അനിഴം നക്ഷത്രക്കാരും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും ഭഗവാന്റെ അനുഗ്രഹത്താൽ സൗഭാഗ്യങ്ങൾ വന്ന് ചേരുന്നതായ സമയം തന്നെയാകുന്നു. തിരുവോണ ദിവസം തീർച്ചയായും നിങ്ങൾ ഭഗവാനെ ആരാധിക്കുന്നതും വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ഇന്നേ ദിവസം ഭഗവാന് പാൽപ്പായസ വഴിപാട് നടത്തുന്നതോ തുളസിമാല ചാർത്തുന്നതോ സർവ്വ ഐശ്വര്യം നൽകുന്നതായ കാര്യം തന്നെയാകുന്നു. വീടുകളിൽ ഭഗവാന് പാൽപ്പായസം സമർപ്പിക്കുന്നതും ഭഗവാന് തുളസിമാല, അതേപോലെ മഞ്ഞ പുഷ്പങ്ങൾ, തുളസി എന്നിവ കാൽപാദങ്ങളിൽ അർപ്പിക്കുന്നതും സർവ്വ ഐശ്വര്യങ്ങൾ നൽകുന്നതായ കാര്യം തന്നെയാകുന്നു. ഭഗവാന്റെ അനുഗ്രഹം ഇവർക്കുള്ളതിനാൽ തന്നെ ഭഗവാന്റെ സാന്നിധ്യവും ഇവരുടെ വീടുകളിൽ വർദ്ധിക്കുന്നതായ സമയം തന്നെയാണ് ഓണ ദിവസം. അതിനാൽ തന്നെ ഇന്നേ ദിവസം തിരുവോണ ദിവസം പ്രത്യേകിച്ചും ഇവർ ഭഗവാന് നെയ്വിളക്ക് 5 തിരിയിട്ട ഭദ്രദീപം തന്നെ തെളിയിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 2 നേരം വീടുകളിൽ വിളക്ക് തെളിയിക്കേണ്ടതാകുന്നു. കൂടാതെ ഇന്നേ ദിവസം ഒരിക്കലും ദുഷ്ചിന്തകൾ, തെറ്റായ ചിന്തകൾ ഒരിക്കലും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാൻ പാടുള്ളതല്ല. അത് നിങ്ങളുടെ സൗഭാഗ്യങ്ങളെ ബാധിക്കുന്നതായ കാര്യങ്ങളാകുന്നു. അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ വീടുകളിൽ വർദ്ധിക്കുകയും ഭഗവാന്റെ സാന്നിധ്യം വർദ്ധിക്കുകയും അഥവാ ഭഗവാൻ തന്നെ നിങ്ങളെ അനുഗ്രഹിക്കുന്നതിന് തുല്യമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് ഈ ദിവസങ്ങൾ മുതൽ കടന്നു വരും. അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. തൃക്കേട്ട നക്ഷത്രക്കാരും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണു അവതാര ക്ഷേത്രത്തിലോ നിങ്ങൾ തിരുവോണ ദിവസം തീർച്ചയായും ദർശനം നടത്തുക. ഈ ഓണനാളുകളിൽ ദർശനം നടത്തുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. സാധിക്കാത്തവർ തിരുവോണ ദിവസം തീർച്ചയായും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഭഗവാന് പാൽപ്പായസ വഴിപാട് നടത്തണം. അതേപോലെ തന്നെ ഭഗവാന് വീടുകളിൽ പാൽപ്പായസം സമർപ്പിക്കുന്നതും തുളസിമാല ചാർത്തുന്നതും തുളസിയോ അല്ലെങ്കിൽ മഞ്ഞ പുഷ്പങ്ങളോ
ഭഗവാന് സമർപ്പിച്ച് വിളക്ക് തെളിയിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ഭഗവാന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ വീടുകളിൽ വർദ്ധിക്കുന്നതായ സമയം തന്നെയാകുന്നു. ഭഗവാൻ തന്നെ നേരിട്ട് നിങ്ങളെ അനുഗ്രഹിക്കുന്നതായ ദിവസം എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ചെയ്യുക. കൂടാതെ ക്ഷേത്രങ്ങളിൽ ഇന്നേ ദിവസം തുളസി സമർപ്പിക്കുന്നതും തുളസിമാല ചാർത്തുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം ഭഗവാന്റെ പ്രസാദം വീടുകളിൽ കൊണ്ടുവരുന്നതും ഏറ്റവും ഐശ്വര്യപ്രദമായ കാര്യം തന്നെയാകുന്നു. ഇന്നേ ദിവസം ഒരിക്കലും മനസ്സിലേക്ക് ദുഷ്ചിന്തകൾ കടന്നു വരാൻ പാടുള്ളതല്ല. നെഗറ്റീവായ ചിന്തകളെ നിങ്ങൾ തീർച്ചയായും ഒഴിവാക്കുകയോ തരണം ചെയ്യേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ഭഗവാന്റെ സാന്നിധ്യം, ഭഗവാന്റെ കടാക്ഷം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന ഇത്തരം കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ തീർച്ചയായും ദർശനം നടത്തണം. ദർശനം നടത്താതിരിക്കരുത് എന്ന് തന്നെ പരാമർശിക്കാം. എന്നാൽ മറ്റ് നക്ഷത്രക്കാർ ദർശനം നടത്തുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു. ഇന്നേ ദിവസം ദർശനം നടത്തുന്നതിലൂടെ സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ ഏതൊരു നക്ഷത്രക്കാർക്കും ജീവിതത്തിലേക്ക് കടന്നു വരും. എന്നാൽ ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ ദർശനം നടത്താതിരിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക.